എല്ലാവർക്കും വന്ദനം. കർത്താവ് തന്ന പുതിയ ദിവസങ്ങൾ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ഇരുട്ടായും മഴയായും തടസ്സങ്ങളായിട്ടൊക്കെ തോന്നും. എന്നാൽ അതിനപ്പുറം കാണാനുള്ള അകത്തൊരു കണ്ണുള്ളവരായിരിക്കും യേശുവിനെ സ്വീകരിച്ചവർ. കാരണം വിശ്വാസം എന്ന് പറയുന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളെ നിശ്ചയം. നമ്മൾ കാണുന്നതൊക്കെ എന്താ? നെഗറ്റീവായിട്ടുള്ള കാര്യമായിരിക്കും കാണുന്നത്. വെള്ളം എല്ലായിടത്തും പൊങ്ങുന്നു, ഉരുളുപൊട്ടലുണ്ടാകുന്നു, വഴിയെല്ലാം കുഴിയായി, മുന്നോട്ട് പോകാനുള്ള മാർഗമില്ല, വരുമാന മാർഗങ്ങൾ അടഞ്ഞു. ഇതെല്ലാം കാണുന്ന കാര്യങ്ങളാണ്. എന്നാൽ വിശ്വാസം എന്ന് പറയുന്നത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്, ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണുന്നതിൻ്റെ ഉറപ്പല്ല, ആശിക്കുന്നതിൻ്റെ. നമ്മുടെ ആശ എന്ന് പറയുന്നത് ഇതിനപ്പുറമാണ്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആശയുണ്ട്, ജോലി ചെയ്യുന്നവർക്ക് ആശയുണ്ട്, കുടുംബജീവിതം നയിക്കുന്നവർക്ക് ആശയുണ്ട്, പ്രായമുള്ളവർക്കാണ് ആശയൊക്കെ നഷ്ടപ്പെടുന്നത്. എന്നാൽ അവരെക്കുറിച്ചും ബൈബിൾ പറയുന്നു, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണുമെന്ന്. ആശ കൊണ്ടുവരികയാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ ആശയില്ലാത്തവർക്ക് ആശയുണ്ടാകും. എല്ലാറ്റിനും വേണ്ടി സ്തോത്രം പറയാൻ പറ്റും. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ സ്തോത്രം പറയുന്ന ആളായി ഞാൻ മാറുമെന്ന് പറ. ഒരിക്കൽ ഒരു മനുഷ്യൻ വളരെയധികം കഠിനാധ്വാനം ചെയ്ത് ഒരു നാട്ടിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഒരു മനോഹരമായ ഇരുനില വീടൊക്കെ വെച്ചു. എന്നാൽ ആ വീടിൻ്റെ പ്രതിഷ്ഠയുടെ, എല്ലാവരും വിളിച്ചു ഭക്ഷണമൊക്കെ കൊടുത്ത് താമസിക്കുന്ന ആ പ്രതിഷ്ഠയുടെ ദിവസത്തിൻ്റെ തലേ ദിവസം ഒരു ഭൂമികുലുക്കം ഉണ്ടായി. ഈ വീട് മൊത്തം തകർന്നു പോയി. ആ ഗ്രാമത്തിൽ എല്ലാം ചെറിയ വീടുകളാണ്. എന്നാൽ ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ വളരെ കഷ്ടതയും കഠിനാധ്വാനം ചെയ്ത ഒരു സ്വപ്നമായിരുന്നു, തകർന്നു പോയി. ആ ഗ്രാമത്തിലുള്ളവരുടെ വീടുകൾക്കൊന്നും അങ്ങനെ തകരാനൊന്നുമില്ലായിരുന്നു. മൊത്തം തകർന്നതാണെങ്കിൽ പിന്നെ എന്നാ തകരാനാണ്? പണ്ടാരോ പറഞ്ഞ പോലെ ഏറ്റവും സുരക്ഷിതത്വം താഴെ കിടക്കുന്നതാണെന്ന്. അവിടെ നിന്ന് താഴെ പോകത്തില്ലല്ലോ. അപ്പം അത്രയും താഴെ പോയ ആൾക്കാരാണ് അവിടെ. ഇദ്ദേഹം ഈ വീട് തകർന്നത് കണ്ട് അദ്ദേഹം നേരെ മാർക്കറ്റിൽ പോയി കുറേ പാക്കറ്റ് മിഠായി മേടിച്ചു. അദ്ദേഹം തിരിച്ച് വീടിൻ്റെ അടുത്ത് വന്നപ്പോൾ നാട്ടുകാർ മൊത്തം അവിടെ കൂടിയിട്ടുണ്ട്. അദ്ദേഹം എല്ലാവർക്കും ആവശ്യം പോലെ മിഠായി വിതരണം ചെയ്യണം. അപ്പം അവർ ചോദിച്ചു, വീട് തകർന്ന് കിടക്കുന്ന നിങ്ങളുടെ സങ്കടം കൊണ്ട് നിങ്ങളെ കാണാമെന്നാ ഞങ്ങൾ, ഇപ്പം നിങ്ങൾ സന്തോഷത്തോടെ ഞങ്ങൾക്ക് മിഠായി തരുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ വീടിൻ്റെ താമസം കഴിഞ്ഞ് അടുത്ത ദിവസമാണ് ഞങ്ങളിവിടെ പാർക്കുമ്പോഴാണ് ഈ ഭൂമികുലുക്കം ഉണ്ടായതെങ്കിൽ എനിക്കിങ്ങനെ മിഠായി തരാൻ പറ്റുമോ? ഞാൻ ഈ മിഠായി തരുന്നത് ഒരു സാക്ഷ്യമാണ്. ഞാൻ ജീവിച്ചിരിക്കുന്നത് ഒരു അത്ഭുതമാണ്. കാരണം ഞാൻ ആ വീട്ടിനകത്ത് കിടന്നിരുന്നെങ്കിലോ, 2 ദിവസത്തിന് ശേഷമാണ് ഈ ഭൂമികുലുക്കം വന്നിരുന്നെങ്കിലോ, എല്ലാറ്റിനും നന്ദി പറയുന്ന ഒരു ഹൃദയമുള്ളൊരു വ്യക്തിക്ക് എപ്പോഴും ചിരിക്കാൻ പറ്റും, എപ്പോഴും സന്തോഷിക്കാൻ പറ്റും. പലർക്കും എല്ലാറ്റിനും പരാതികളാണ്. പരാതിയുടെ ഒരു കൂമ്പാരമായിരിക്കും പലരുടെയും ജീവിതം. അതുകൊണ്ട് ആ വ്യക്തികൾക്ക് നന്മകളിൽ സന്തോഷിക്കാൻ അറിയില്ല. കാരണം തലമുറയായിട്ട് ഇങ്ങനെ വരുന്ന ഒരു ജീവിതശൈലിയാണ്. അത് പൊളിക്കണം. എല്ലാറ്റിനും നന്ദി പറയണം, എപ്പോഴും സന്തോഷിക്കണം. 1 തെസ്സലോനിക്കർ 5 പറയുന്നു, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, എപ്പോഴും സന്തോഷിപ്പിൻ, ഇതല്ലയോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവേഷ്ടം. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ എല്ലാറ്റിനും സ്തോത്രം പാടണം, എല്ലാറ്റിനും നന്ദി പറയണം, എപ്പോഴും സന്തോഷിക്കണം. ഈ ദൈവവചനമൊക്കെ അറിഞ്ഞിട്ട് കാര്യമില്ല, അത് നമ്മൾ പ്രാപിക്കണം. നമ്മിൽ നിന്ന് ഏത് സാഹചര്യത്തിലും ഇത് പുറത്തു വരണം. ഈ വചനപ്രകാരം നമ്മൾ ആക്റ്റീവ് ആകണം. അതിന് യേശുവിനെ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കർത്താവിനെ കാത്തിരിക്കുന്ന, കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുമെന്നുള്ള പ്രത്യാശയോടെ ജീവിക്കുന്ന എല്ലാ മക്കൾക്കും ഇത് സൗജന്യമാണ്. ഈ അനുഗ്രഹം എല്ലാ ഭാരങ്ങളും ഒഴിഞ്ഞ് സ്വസ്ഥതയുള്ളൊരു ജീവിതം,
ഇത് ദൈവം നമുക്ക് തരുന്ന ഗിഫ്റ്റാണ്. അത് നമുക്ക് പ്രാപിക്കാം. നമുക്ക് ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. You are filled with compassion and mercy and grace, with your banner of love over me. I am longing to see you one day face to face, and to be with you endlessly. Lord, how lovely you are to me. Lovely Lord, you are all to me. Lovely Lord, full of purity, worthy of honor and majesty. Lord, how lovely you are to me. You are bright as the sunrise and fairest of all. Unto you all the glory will be. You're the God of creation and Lord of my life, and we worship you faithfully. Lord, how lovely you are to me. Lovely Lord, you are all to me. Lovely Lord, full of purity, worthy of honor and majesty. Lord, how lovely you are to me. Lovely Lord, you are all to me. Lovely Lord, full of purity, worthy of honor and majesty. Lord, how lovely you are to me. We will worship the name of the holiest one. We will worship your excellency. We will give you the glory for things you have done, and be thankful eternally. Lord, how lovely you are to me. Lovely Lord, you are good to me. Lovely Lord, full of purity, worthy of honor and majesty. Lord, how lovely you are to me. Lovely Lord, you are all to me. Lovely Lord, full of purity, worthy of honor and majesty. Lord, how lovely you are to me. അങ്ങനെ ഈ ആഴ്ചയിൽ നമ്മൾ കർത്താവിന് സ്തോത്രം ചെയ്തും സന്തോഷിച്ചും മുന്നിൽ കാണുന്ന നെഗറ്റീവ് കാര്യങ്ങളെ എല്ലാം അതിജീവിച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിക്കുന്നത് കൊണ്ട് ഒരു ബാധയും നമ്മുടെ അകത്തും കയറില്ല, പുറത്തും വരില്ല, നമ്മുടെ മനസ്സിലും കയറില്ല. നമ്മളെപ്പോഴും കർത്താവിലായിരിക്കുന്നത് കൊണ്ട് സന്തോഷത്തിനൊരു കുറവും ഉണ്ടാകില്ല. അപ്പോസ്തല പ്രവൃത്തി 3 വരാം. ഒരു മുടന്തനെ സൗഖ്യമാക്കിയ
ഒരു ചരിത്രത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പത്രോസ് പറഞ്ഞു, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഉള്ളത് തരുന്നു. പണത്തിനോ ശാസ്ത്രത്തിനോ കഴിയാത്തത് ഒരു മീൻപിടുത്തക്കാരൻ്റെ ഉള്ളിൽ കർത്താവ് കൊടുത്തിരിക്കുകയാണ്, യേശുവിൻ്റെ നാമം. ആ നാമം എല്ലാവർക്കും എടുത്തൊന്നും പറയാൻ പറ്റത്തില്ല. സ്കേവ എന്ന ഒരു പുരോഹിതൻ്റെ 7 മക്കൾ മന്ത്രവാദികൾ, അവരൊരിക്കൽ ഇങ്ങനെ കേട്ടു, പൗലോസ് സംസാരിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഭയങ്കര വിടുതൽ, ഭൂതങ്ങളൊക്കെ പോകുന്നു. ഇവരൊരു സ്ഥലത്ത് ചെന്ന് ഭൂതത്തെ ഇറക്കാൻ ചെയ്തു. അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ഇവർ ബാധ ഒഴിപ്പിക്കുന്ന വേറെ പല പരിപാടികളാണ്. എന്നാൽ ഇത് എളുപ്പമാണെന്ന് കരുതി യേശുവിൻ്റെ നാമം പറഞ്ഞു. ഉടനെ പിശാച് പിടിച്ച മനുഷ്യൻ പറഞ്ഞു, യേശുവിനെ അറിയാം, പൗലോസിനെയും പരിചയമുണ്ട്, നിങ്ങൾ ആരെന്ന് പറഞ്ഞ് അവൻ അവരെ 7 പേരെയും കീഴ്പ്പെടുത്തി മുറിവേൽപ്പിച്ചു, വസ്ത്രം വലിച്ചു കീറി അവരെ നഗ്നരും മുറിവേറ്റവരുമായി അവിടെ നിന്ന് ഓടിപ്പോയി എന്നാണ്. കാരണം പൗലോസ് പറയുന്ന യേശു, പത്രോസ് പറയുന്ന യേശു, അത് അറിവിൽ നിന്നല്ല, അത് ഹൃദയത്തിൽ നിന്നാണ്. ഹൃദയം നിറഞ്ഞു കവിഞ്ഞിട്ട് സംസാരിക്കുന്നതാണ്. യേശുവിൽ നിറഞ്ഞുകൊണ്ട് പറഞ്ഞതും അറിവിൽ നിന്ന് യേശുവിനെ കുറിച്ച് പറയുന്നത് രണ്ടാണ്. ഇവിടെ പത്രോസ് ഹൃദയം നിറഞ്ഞ ഉള്ളിൽ നിന്ന് പറഞ്ഞ വാക്കുകൾ അതവനെ സൗഖ്യമാക്കി. മനസ്സ് നിറഞ്ഞ് ഹൃദയം നിറഞ്ഞ് നമ്മൾ പറയുന്ന വിശ്വാസത്തിൻ്റെ വാക്കുകളെ പ്രവർത്തിക്കുവാൻ നമ്മുടെ കൂടെ സദാ ഉള്ള കർത്താവിനെ മറന്നു കളയരുത്. നമ്മുടെ വീട്ടിൽ വലിയൊരു അത്ഭുതം ചെയ്യാൻ യേശു എപ്പോഴും ഒരുക്കമാണ്. പത്രോസിനെ പോലെ, പൗലോസിനെ പോലെ, ഫിലിപ്പോസിനെ പോലെ നമ്മളൊന്ന് ആത്മാവിലൊന്ന് കത്തി കയറിയാൽ നമ്മുടെ വീട്ടിലെ എല്ലാ ബന്ധനങ്ങളും അഴിയും. നമ്മുടെ വീടിൻ്റെ സാഹചര്യങ്ങളെല്ലാം മാറ്റാൻ നമ്മുടെ അഭിഷേകത്തിന് ശക്തിയുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ മറ്റാരെയും കാത്തിരിക്കാതെ നിങ്ങൾ നിങ്ങളെ തന്നെ പ്രതീക്ഷയോടെ കാത്തിരിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ ബലപ്പെടുത്തുക, നിങ്ങളെ തന്നെ ശക്തീകരിക്കുക, നിങ്ങളെ തന്നെ പ്രബോധിപ്പിക്കുക, നിങ്ങളെ തന്നെ നിങ്ങൾ ധൈര്യപ്പെടുത്തി പ്രബോധിപ്പിച്ച് നിങ്ങൾ എഴുന്നേൽക്കുമെന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുക. ആരും നിങ്ങളെ ഉണർത്താനോ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാനോ ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളെ കൈപിടിച്ച് അങ്ങോട്ട് എഴുന്നേൽപ്പിക്കുക. ആരുമില്ല ഭൂമിയിൽ, എഴുന്നേൽക്ക, കിടക്കെടുത്ത് നടക്കാന്ന് പറഞ്ഞ പോലെ എല്ലാവരും അവരവരോട് തന്നെ പറഞ്ഞിട്ട് അവരവർ തന്നെ അങ്ങോട്ട് എഴുന്നേൽക്കുക. എന്നിട്ട് പറയണം, ഭൂമിയുടെ അറ്റത്തോളം പോകാൻ പറയണം, ഉയരത്തിലെ ശക്തി കിട്ടിയിട്ട്. നാം നമ്മോട് തന്നെ പ്രവചിക്കണം, നാം നമ്മെ തന്നെ ഉത്സാഹിപ്പിക്കണം, നാം നമ്മെ തന്നെ ശക്തീകരിക്കണം. അതൊക്കെയായിരുന്നു നമ്മുടെ പിതാക്കന്മാർ. അവർക്ക് ആരും നല്ല വാക്ക് പറയാനില്ല. എവിടെ ചെന്നാലും കല്ലേറും, എവിടെ ചെന്നാലും പീഡനവും, കടലിലെ ആപത്തും കപ്പലിലെ ആപത്തും ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അവിടെയൊന്നും അവർ തളർന്നില്ല. അവരവരെ തന്നെ ബലപ്പെടുത്തി. ജയിലിൽ കിടക്കുമ്പോഴും പാടി സ്തുതിച്ചും, നാളെ കൊല്ലാനാണെങ്കിൽ ഇന്ന് രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങിയും അങ്ങനെയൊക്കെ പോയ ചരിത്രങ്ങളാണ് അപ്പോസ്തല പ്രവൃത്തി 12 അപ്പോസ്തല പ്രവൃത്തി 16 ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്. അവർ നാളെയെ പേടിച്ചില്ല, ഇന്നലെ ഓർത്ത് വിഷാദപ്പെട്ടില്ല, ഇന്ന് സംഭവിച്ചതിനോർത്ത് നിരാശ വരുന്നില്ല. അവർ കർത്താവിലാണ്, അവർ കർത്താവിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ആ പരിശുദ്ധാത്മാവിൽ മുങ്ങി പൊങ്ങിയവരാണ്. യേശു പറഞ്ഞു, ഞാൻ ഭൂമിയിൽ തീയിടാൻ വന്നിരിക്കുന്നു, അത് ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു. യേശു ഇട്ട ഉണർവിൻ്റെ തീ അത് കത്തുകയാണ്. പത്രോസ് പോകുന്നിടത്ത്, പൗലോസ് പോകുന്നിടത്ത് ഇതാ ഇപ്പോൾ എല്ലാവരും ആശ്ചര്യപ്പെടുകയാണ്, എങ്ങനെ ഇവൻ സൗഖ്യമാണ്. അപ്പോൾ 10ാം വാക്യമാണ്, ഇവൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ഭിക്ഷയാചിച്ചുകൊണ്ട് ഇരുന്നവൻ എന്ന് അറിഞ്ഞ് അവന് സംഭവിച്ചതിനെക്കുറിച്ച് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവരായി തീർന്നു. 11 അവൻ പത്രോസിനോട് യോഹന്നാനോട് ചേർന്ന് നിൽക്കുമ്പോൾ ജനമെല്ലാം വിസ്മയം പൂണ്ടു. ജനങ്ങൾ അവനെ നോക്കി, ഇവനെ മനസ്സിലായി. സുന്ദരമെന്ന ദേവാലയത്തിന്റെ മുൻപിൽ അനേക വർഷങ്ങളായി ഭിക്ഷക്കിരിക്കുന്ന ഭിക്ഷാടകൻ. ഇവനെ അറിയാത്തവരാരുമില്ല. പള്ളി പോകുന്നവർക്കല്ല ഇവനെ അറിയാം,
പള്ളി പോകാത്തവർ പിന്നെ എങ്ങനെ ഇവനെ അറിയാനാണ്? ഇവനെ പള്ളിയിൽ വരുന്ന യഹൂദന്മാരെല്ലാം പള്ളിയിൽ പോകും, എല്ലാവർക്കും അറിയാം. നാട്ടിൽ ഫേമസ് ആണ് ആള്. അങ്ങനെയുള്ള ഒരുവൻ, അവനെ കണ്ട് ജനങ്ങൾ അതിശയിച്ചു. ഇപ്പോൾ പത്രോസും യോഹന്നാനും അവിടെ നിൽക്കുന്ന, അവന്റെ അടുത്ത് ഇവൻ വന്ന് നിൽക്കുന്നു. അത് കണ്ടപ്പോൾ വിസ്മയം പൂണ്ടു. ഈ മുടന്തൻ രണ്ട് ഗലീലക്കാരുടെ കൂടെ നിൽക്കുന്നു. ഇതൊരു ഭയങ്കര ആശ്ചര്യം. നമ്മൾ ഈ പട്ടണത്തിലെ വലിയ ആൾക്കാരാ, സമ്പന്നരായ മനുഷ്യർ. എന്നാൽ ഗലീലയിലെ മീൻപിടുത്തക്കാരായ രണ്ട് മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച രണ്ടുപേരുടെ കൂടെ ഈ ഭിക്ഷക്കാരൻ നിൽക്കുന്നു. ഇവന്റെ സൗഖ്യത്തിന്റെ രഹസ്യം ഇവരാണോ? ഇതാണ് ഇവർ ആശ്ചര്യപ്പെടുന്നത്. അതായത് ചില വിടുതലുകൾ ചിലർക്ക് ലഭിക്കുമ്പോൾ അതിൻ്റെ സ്രോതസ് എവിടെയാണെന്ന് ജനങ്ങൾ അന്വേഷിക്കും. നിന്നിൽ അതെത്തും. ജനങ്ങൾ അന്വേഷിക്കുമ്പോൾ ആ സൗഖ്യത്തിന്റെ രഹസ്യം നിന്നിൽ നിന്നാണെന്ന് ജനങ്ങൾ അറിയും. ഒരു സൗഖ്യം നടന്നു കഴിഞ്ഞാൽ, ഒരു വിടുതൽ നടന്നു കഴിഞ്ഞാൽ നിന്നെ തപ്പി ആൾക്കാര് കടന്നു വരുന്ന ഒരു സീസൺ ഉണ്ടാകും. ഇതാണ് എല്ലാവരും ഇപ്പോൾ മുടന്തനെ മാത്രമല്ല ശ്രദ്ധിക്കുന്നത്, പത്രോസിനെയും യോഹന്നാനെയും മുടന്തനെയും മാറി മാറി നോക്കുകയാണ്. ആ ദേവാലയത്തിലെ ഓർഡറുകളെല്ലാം തെറ്റിപ്പോയി. പ്രാർത്ഥിച്ചു തുടങ്ങുക, 3 പാട്ട്, 2 പേര് വന്ന് പ്രാർത്ഥിക്കുക, സങ്കീർത്തനം വായിക്കുക, സ്തോത്ര കാഴ്ച എടുക്കുക, വീണ്ടും പ്രസംഗിക്കുക, അടുത്ത ആഴ്ചത്തെ മീറ്റിങ്ങിൻ്റെ അനൗൺസ്മെൻറ്റ്, കോട്ടേജ് മീറ്റിംഗ്, യൂത്ത് മീറ്റിംഗ്, ഇതെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ച് ആശീർവാദം പറയുക. ഈ ഓർഡർ അന്ന് നടന്നില്ല. കാരണം പ്രാർത്ഥിച്ചു തുടങ്ങി, ബാക്കി എല്ലാ ഓർഡറും പേപ്പർ അവിടെ ഇരിപ്പുണ്ട്, എന്നാൽ പ്രോഗ്രാം നടത്താൻ പറ്റുന്നില്ല. പ്രോഗ്രാമിനെ കവച്ചു വെച്ച ഒരു സംഭവം അവിടെ നടന്നു. ഇതാണ് ഇനിയുള്ള നാളുകളിൽ നമ്മുടെ ആ പ്രോഗ്രാം ഷീറ്റ് അതിനി വർക്കാകാൻ പോകുന്നില്ല. അതിനെ കവച്ചു വെക്കുന്ന ചില ദൈവപ്രവർത്തികൾ നമ്മൾ കാണാൻ പോവുകയാണ്. നമ്മൾ കണക്കുകൂട്ടി, നമ്മൾ എഴുതി കൂട്ടിയ പലതും മാറിപ്പോകാൻ പോവുകയാണ്. എല്ലാം പുതുതാകാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ബൈബിളിൽ പറഞ്ഞത്, ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി, എല്ലാം പുതിയതാണ്. എല്ലാം നിന്റെ ജീവിതത്തിൽ പുതുതാകാൻ പോവുകയാണ്. എല്ലാം പുതിയത്. അജണ്ടകൾ പോലും മാറാൻ പോവുകയാണ്. നിനക്ക് പോലും നിന്റെ സമയങ്ങളെ ഒന്നും വാച്ചിൽ നോക്കി നിന്റെ പ്രോഗ്രാമുകളെ ചെയ്യാൻ കഴിയില്ല. അതുപോലെ നിന്റെ ടൈം ടേബിളുകൾ മുഴുവനും ഉണർവ് തെറ്റിക്കും, ആത്മാവിൻ്റെ തീ തെറ്റിക്കും, അത്ഭുതങ്ങൾ തെറ്റിക്കും. നിന്റെ വീട്ടിലൊരു ദൈവപ്രവൃത്തി നടന്നു കഴിഞ്ഞാൽ നിന്റെ വീട്ടിലെ എല്ലാ പ്രോഗ്രാമും ആടിമുടി തെറ്റിപ്പോവും. ഓർഡറുകളെല്ലാം തെറ്റും, നിന്റെ കണക്കുകളെല്ലാം തെറ്റും. ഒരു മീറ്റിംഗ് ഉണ്ടെങ്കിലും ഉപവാസ പ്രാർത്ഥന ഉണ്ടെങ്കിൽ പോലും വരാത്തവർ എല്ലാ ദിവസവും ചർച്ചിൽ വരുന്ന പോലെ പ്രോഗ്രാമുകളൊക്കെ ഷിഫ്റ്റാകും. ഒരിക്കലും പ്രാർത്ഥനയ്ക്ക് വരാത്ത ഭർത്താവ് പ്രാർത്ഥനയ്ക്ക് വരും. ഒരിക്കലും ചർച്ചിലേക്കില്ലെന്ന് പറയുന്ന കുഞ്ഞുങ്ങൾ ചർച്ചിൽ വരും. കാരണം അതുപോലെ ചില അത്ഭുതങ്ങൾ കണക്കുകൂട്ടലിനപ്പുറത്തേക്ക് വന്നു കയറും. ചില വിടുതലുകൾ കാണും. ആശ്ചര്യപ്പെടുത്തുന്ന ദൈവപ്രവർത്തികൾ ഉണ്ടാകും. തപ്പെടുക്കാത്ത മിരിയാമും നൃത്തം ചെയ്യാത്തവരെല്ലാം ആ സമയത്ത് നൃത്തത്തോടെ കന്യകമാർ ഒരുമിച്ച് മിരിയാമിൻ്റെ ഒപ്പം കൂടിയതുപോലെ ഒരിക്കലും ഒരു ചലനത്തിനും താല്പര്യമില്ലാത്തവർ പോലും ചലിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. ഇതാ ഒരു മാറി മാറി നോക്കുകയാണ്. പത്രോസിനെ നോക്കുന്നു, യോഹന്നാനെ നോക്കുന്നു, മുടന്തനെ നോക്കുന്നു. അതെ, അവർക്ക് മനസ്സിലായി. പത്രോസിന്റെ യോഹന്നാന്റെ നിൽപ്പ് കണ്ടപ്പോൾ മനസ്സിലായി, ഇതിന്റെ പുറകിൽ ഇവരാണ്. ഈ മുടന്തൻ അവിടെ മഹാപുരോഹിതന്റെ അടുക്കൽ പോയി നിൽക്കുന്നില്ല. അവിടെ പലരുമുണ്ട്, അവരുടെ അടുക്കലേക്കൊന്നും പോകുന്നില്ല. ഈ മുടന്തൻ ഇവരുടെ ഒപ്പമാണ് നിൽക്കുന്നത്. ഇവനതിന് ലജ്ജയില്ല, ഇവൻ അതിനെക്കുറിച്ച് പേടിയില്ല.
യഹൂദന്മാർക്ക് യേശുവിൻ്റെ നാമത്തിൽ എന്നൊക്കെ പറഞ്ഞ ഇഷ്ടമല്ല. എന്നാൽ ഈ സൗഖ്യമായവൻ ഒരൊറ്റ ധൈര്യമേ ഉള്ളൂ. ഈ പള്ളി ഉണ്ടായിട്ട് അനേക വർഷമായി, ഈ ദേവാലയത്തിന് മുമ്പിൽ എത്രയോ വർഷം ഞാൻ ഇരിക്കുന്നു. എന്നാൽ ഈ വന്നവർ ഈ ദേവാലയത്തേക്കാൾ സുന്ദരമായ ജീവിതമുള്ളവരാണ്. സുന്ദരമെന്ന ദേവാലയത്തേക്കാൾ സുന്ദരമായവരായി ഇവർ മാറാൻ കാരണം ഇവരിൽ യേശു ഉള്ളത് കൊണ്ടാണ് എന്ന ഒരു സത്യമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ദേവാലയത്തിൻ്റെ പേര് സുന്ദരമെങ്കിലും അതിനകത്തെ ആരാധന ക്രമങ്ങളൊന്നും സുന്ദരമല്ല. എന്നാൽ യേശുവുള്ള 2 പേർ, അവരെക്കുറിച്ച് കൊരിന്ത്യ ലേഖനത്തിലൊക്കെ 1 കൊരിന്ത്യർ 3 കാണാം. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ഇത് 2 അവർക്കറിയാം. അതുകൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രേന യേശുവിൻ നാമത്തിൽ നടക്കുക. സഞ്ചരിക്കുന്ന ദേവാലയം. ഈ ആലയം സകലർക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. ഇതാ പത്രോസ് യോഹന്നാനും എല്ലാവർക്കും ഒരു പ്രാർത്ഥനാലയമാണ്, മറുപടിയുടെ ഇടമായി മാറുകയാണ്. ഇതുപോലെ നമ്മളും ആയിരങ്ങൾക്ക് മറുപടിയുടെ ഒരു ആരാധനാലയമായി സഞ്ചരിക്കുന്ന ഒരു മൊബൈൽ ചർച്ചായി ഭൂമിയുടെ അറ്റത്തോളം പോകുന്ന വ്യക്തികളായി തീരാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇവനിപ്പോൾ പത്രോസിൻ്റെ യോഹന്നാൻ്റെ ഒപ്പം നിൽക്കുകയാണ്. അത് തന്നെ ഒരു സാക്ഷ്യമാണ്. അതായത് നീ മുഖാന്തരം വിടുതൽ പ്രാപിക്കുന്നവർ നിന്നോട് ചേർന്ന് വരും. അങ്ങനെയാണ് കൂട്ടായ്മകൾ ഉണ്ടാകുന്നത്. നീ മുഖാന്തരം വിടുതൽ പ്രാപിച്ചവർ നിന്നോട് ചേർന്ന് നിൽക്കും. അങ്ങനെ ആയിരങ്ങൾ നിന്നോട് ചേർന്ന് നിൽക്കും. നീ ഒരു അനുഗ്രഹമാണെന്ന് ദേശക്കാർ ഇതിലൂടെ അറിയും. നീ തൊടുന്നതൊക്കെ സക്സസ് ആണെന്ന്, വിജയമാണെന്ന്, സൗഖ്യമാണെന്ന് ദേശം അറിയും. പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത ഓരോ പ്രിയപ്പെട്ടവർക്കും വേണ്ടത് അവിടുന്ന് കൊടുത്തതിനായി സ്തോത്രം. ഇവർ പറയുന്നത് പോലെ അത്ഭുതങ്ങൾ നടക്കട്ടെ. ഇവർ കൈവെക്കുന്ന പ്രാർത്ഥിക്കുന്ന വിഷയത്തിലെല്ലാം വിടുതൽ കാണട്ടെ കർത്താവ്. ഈ കുടുംബങ്ങളിലെല്ലാം ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവർ ചെയ്ത ശുശ്രൂഷ നിമിത്തം എഴുന്നേറ്റ് വന്നവർ ഇവരോട് ചേർന്ന് നിൽക്കട്ടെ. അങ്ങനെ ദൈവരാജ്യം വളരുവാൻ ഇടയാകട്ടെ. ദൈവസഭയ്ക്ക് ഈ കുടുംബങ്ങൾ മുതൽക്കൂട്ടാകട്ടെ. ഇവർ മുഖാന്തരം ആയിരങ്ങൾ സഭയിലേക്ക് വരട്ടെ. പത്രോസിൻ്റെ യോഹന്നാൻ്റെ ഒപ്പം ആലയത്തിൽ കടന്നു എന്നതുപോലെ യേശുവിൻ്റെ സഭയിലേക്ക് അനേകരെ സൗഖ്യമാക്കി കൊണ്ടുവരുന്നവർ എഴുന്നേറ്റ് വരട്ടെ. ഇന്നത് കേൾക്കുന്നവർ സൗഖ്യവും വിടുതലും പ്രാപിക്കട്ടെ. സാമ്പത്തിക വഴികൾ തുറക്കട്ടെ. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവിൽ നമുക്ക് വിശ്വസിക്കാം, അമിത ബലത്തിൽ ആശ്രയിക്കാം. നമുക്ക് നാളെ രാവിലെ ജൂൺ മാസത്തിലെ ആദ്യത്തെ ഉപവാസ പ്രാർത്ഥനയുണ്ട്. മഴയും സാഹചര്യവും നോക്കി നിൽക്കാതെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉപവാസത്തോടെ വ്യാഴാഴ്ച രാവിലെ 10:00 കടന്നു വരിക. പ്രൈസ് ജനറേഷൻ ചർച്ചിൽ നിങ്ങളെ ഞങ്ങൾ ഈ മീറ്റിങ്ങിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ കാത്തിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് ജീസസ് എവരിഡേ തുടരുന്നതായിരിക്കും. ഗോഡ് ബ്ലസ് യു.